ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ചാനലിന് വല്ല കോപ്പിറൈറ്റ് കിട്ടുന്നതെന്തോ വേറൊന്നുമല്ല. ഇപ്പോൾ അടുപ്പിച്ച് 2-3 ദിവസമായിട്ട് പുതിയ സിനിമകളായിട്ട് മാത്രമാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവിയാണ് 2026 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു സർവൈവൽ ഹൊറർ ത്രില്ലർ മൂവിയായിട്ടുള്ള യതി എന്ന് പറഞ്ഞൊരു മൂവിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഒരുപാട് കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, മനുഷ്യനോ അല്ല അതേപോലെ മൃഗവും അല്ല, അങ്ങനെ ഒരു മനുഷ്യൻ, അതും ഹിമാലയങ്ങളിലും മഞ്ഞുള്ള പ്രദേശങ്ങളിലായിട്ട് അപൂർവമായിട്ട് മാത്രം കണ്ടുവരുന്ന ജീവിക്കുന്ന മഞ്ഞു മനുഷ്യൻ, അതിനെയാണ് യതി എന്ന് പറയുന്നത്. ഇടയ്ക്ക് തന്നെ ഈ ഒരു വൈറൽ വീഡിയോസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു കഥാപാത്രത്തെ കണ്ടുവെന്നും. പക്ഷെ ഇതുവരെയും പൂർണ്ണമായിട്ടും ഒരാൾ അതിനെ കണ്ടതായിട്ടുള്ളൊരു കാര്യം ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അതിനി കെട്ടുകഥയാണോ ഇനി റിയൽ ആയിട്ടുള്ളതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും യതി എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രത്തെ ഇന്ന് നമ്മൾ ഈ മൂവിയിലൂടെ കാണാൻ പോവാണ്. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കഥ തുടങ്ങുന്നത് 1947 അലാസ്ക. അവിടെയുള്ള ഒരു മഞ്ഞു പ്രദേശം. ഇപ്പോൾ ഇരുട്ടിലൂടെ ഒരു റാന്തൽ വിളക്കുമായിട്ട് ഒരു ക്യാബിനടുത്തേക്ക് നടന്നു പോകുന്നു. അങ്ങനെ ആ ഒരു ക്യാബിനടുത്തേക്ക് വന്ന അയാളാണെങ്കിലോ അടുത്ത് വലിയൊരു കൂടുണ്ട്. ആ കൂടിനുള്ളിലുള്ള എന്തോ ഒരു കാര്യത്തെ തൊടാനായിട്ട് ശ്രമിക്കുന്നതും പെട്ടെന്ന് കുറച്ച് ദൂരെ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇത് കേട്ട അയാൾ ആ ഒരു കൂട്ടിൽ നിന്നും കൈ പുറത്തേക്ക് എടുത്തിട്ട് ഇപ്പോൾ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. അതേസമയം മറ്റൊരിടത്ത് ഒരു ഗ്രൂപ്പിനെ കാണിക്കുകയാണ്. ഏതോ ഒരു ഓയിൽ കമ്പനി ഇവരെ എല്ലാവരും ഏതോ ഒരു സ്ഥലത്തേക്ക് അയച്ചിട്ട് അവിടെ നിർത്തി അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് സഹായമായിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഒരു സ്ത്രീയുണ്ട്. ഇപ്പോൾ ഫ്രീ ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാവരും കാർഡ് ഗെയിം ഉണ്ടല്ലോ, ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർക്ക് സഹായത്തിനായിട്ട് നിൽക്കുന്ന ആ ഒരു ലേഡി ആ കൂട്ടത്തിലുള്ള ഒരാളെ വിളിച്ചിട്ട് അയാളുമായിട്ട് ഇപ്പോൾ ഡാൻസ് കളിക്കുന്നു. അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതേ സമയം നേരത്തെ ഒരു കൂടിനടുത്ത് ഒരാൾ നിൽക്കുമ്പോഴത്തേക്കും പുറത്തു നിന്ന് എന്തൊരു ശബ്ദം കേട്ടല്ലോ, അതുപോലെ ഒരു ശബ്ദം ഇവരെല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ത്രീ ജനാലയുടെ അടുത്തേക്ക് ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ബാക്കിയുള്ളവർ പറയും അത് ഏതെങ്കിലും കരടിയായിരിക്കും, വലിയ കാര്യമോ കണ്ട, നീ നിന്റെ ജോലി നോക്കാൻ പറയുന്നതും അവള് സമാധാനമായിട്ട് അവളുടെ ജോലി ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ അന്ന് രാത്രി ആ ഒരു സ്ത്രീ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും അവർക്ക് വീണ്ടും അതേ ശബ്ദം തന്നെ കേൾക്കുന്നു. അങ്ങനെ ഉറങ്ങാൻ കഴിയാതെ എഴുന്നേറ്റ് വെളിയിലേക്ക് വരുമ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ഒരുത്തൻ വീടിന്റെ മുകളിൽ എന്തോ ഒരു ജോലി ചെയ്യാണ്. അപ്പൊ ഈ ലേഡിയെ കാണുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്തോ പറ്റി? ഇല്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. അതേ ശബ്ദം വീണ്ടും കേട്ടു എന്ന് പറയുമ്പോൾ അവൻ പറയും അതൊന്നും കാര്യം കണ്ട, എന്നാ വന്ന് എന്നെ സഹായിക്കാൻ പറയുന്നതും ആ സ്ത്രീ ഇപ്പോൾ അവനെ ആ ഒരു ജോലിയിൽ സഹായിക്കുന്നു. പെട്ടെന്നാണ് ഇതുപോലൊരു കാര്യം സംഭവിക്കുന്നത്. അവന് എന്തോ ഒരു കാര്യം വലിച്ച മുകളിലേക്ക് കൊണ്ടുപോയിട്ട് കൊടൂരമായിട്ടും അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ആ ലേഡിയുടെ ദേഹത്തേക്കാണെങ്കിലോ ഒരുപാട് രക്തം ലിറ്റർ കണക്കിന് താഴേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ഓയിൽ കമ്പനി ഉണ്ടല്ലോ, അതിനെപ്പറ്റിയുള്ള ആ ഒരു ന്യൂസ് ടി വിയിൽ കാണിക്കുന്നു. എന്താന്ന് വെച്ചാല് ഇതുപോലെ ഓയിൽ കമ്പനി അയച്ച കുറച്ച് ജോലിക്കാരെ കാണാനില്ലാന്നും അതിന്റെ മാനേജറായിട്ടുള്ള സൺഡേ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെയും ആ കൂട്ടത്തിൽ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ന്യൂസിലൂടെ പറയുന്നു. അതേപോലെ സൺഡേ എന്ന് പറഞ്ഞ അയാൾക്കൊരു മകനുണ്ട്, അവന്റെ പേര് മരിയാൻ എന്നാണ്. ഇപ്പൊ അവനും ന്യൂസ് ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കാണ്. എന്താന്ന് വെച്ചാൽ അവന്റെ അച്ഛനെ കാണാനില്ല. ഇപ്പൊ ഞാൻ എന്റെ അച്ഛനെയും ആ ഒരു ടീമിനെ അന്വേഷിച്ച് അവിടേക്ക് പോകാൻ പോവാണ്. അവർക്കൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവത്തില്ല, അവരെ കണ്ടുപിടിച്ച് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ മരിയാൻ ഒരു റെസ്ക്യൂ ടീമിനെ റെഡിയാക്കിയിട്ടാണ് അവിടേക്ക് പോകുന്നത്. അതിൽ ഓരോരുത്തരായിട്ട് ഇപ്പോൾ കാണിച്ചു തരുന്നു. ഇവന്റെ പേര് കോട്ട്, അവൻ ഇതിനു മുന്നേ ആർമിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവരാണ് ഈ ഒരു ടീമിനെ മുന്നിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മാർഗരറ്റ് എന്ന് പറഞ്ഞൊരു ലേഡി, ഇവര് ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. ഈ മൃഗങ്ങളെ പറ്റിയല്ലേ ഇവർ കൂടുതൽ പഠിക്കുന്നുണ്ട്. അതുമല്ല ആ ഒരു ടീമിനെ സഹായിക്കാനായിട്ട് സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ലേഡിയുടെ ടിൻ സഹോദരിയും കൂടിയാണ്. അത് കഴിഞ്ഞ അടുത്തത് ബുക്കർ. ഇവന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതില് ജീനിയസ് ആയിട്ടുള്ള ഒരുത്തനാണ്. അത് കഴിഞ്ഞിട്ട് ഒരുത്തനും കൂടിയുണ്ട്, അവന്റെ പേര് ഡാൻ. ഇവനാണെങ്കിൽ ഈ ഒരു ബോംബുകളെ പറ്റിയെല്ലാം കൂടുതൽ അറിയുന്ന ഒരുത്തനാണ്. അപ്പൊ ഈ 4 പേരെയാണ് മരിയാൻ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ടീം. അതേസമയം മറ്റൊരിടത്ത് എല്ലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഹീറോയിൻ ഒരു സയൻസ് ടീച്ചറാണ്. ഇപ്പൊ അവള് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മരിയന്റെ പി അവിടേക്ക് വന്നിട്ട് ഞങ്ങളുടെ ബോസ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, പ്ലേസ്മേറ്റ് എന്റെ കൂടെ വരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ കാര്യം ചോദിക്കും. അപ്പോഴാണ് അവർ പറയുന്നത് ഇതുപോലെ എന്റെ ബോസിന്റെ അച്ഛനും ടീമും ഒരു ജോലിയുടെ ആവശ്യത്തിനായിട്ട് പോയിട്ട് അവരെ കാണാതായിട്ടുണ്ട്. അവരെ കണ്ടുപിടിക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഒരു റെസ്ക്യൂ ടീം അലാസ്കയിലേക്ക് പോകുന്നുണ്ട്. ആ ടീമിൽ നിങ്ങൾ ഉണ്ടാവണമെന്ന് എന്റെ ബോസ് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് എല്ലി പറയും സോറി, എനിക്ക് അതിനോട് വരാനായിട്ട് താല്പര്യമില്ല, നിങ്ങൾ തന്നെ പോയാൽ മതി എന്ന് പറയുമ്പോൾ ആ പി എ പറയും ഞങ്ങളുടെ ബോസിന്റെ അച്ഛൻ നിങ്ങളുടെ അച്ഛന്റെ സുഹൃത്താണ്, അതുമല്ല ആ ഒരു കാണാതായ ടീമിൽ നിങ്ങളുടെ അച്ഛനും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയിന് നല്ലതുപോലെ ഷോക്ക് ആവുന്നു. എന്താന്ന് വെച്ചാല് സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു റാന്തൽ വിളക്കുമായിട്ട് ഒരു കൂടിനടുത്തേക്ക് ഒരാൾ പോയിരുന്നല്ലോ, അതാണ് നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ. അപ്പോൾ ഹീറോയിനെ പോലെ തന്നെ ഹീറോയിന്റെ അച്ഛനും ഒരു സയന്റിസ്റ്റ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹീറോയിന് 10 വയസ്സുള്ളപ്പോഴാണ് അയാൾ വീട് വിട്ട് ഇവരെല്ലാവരെയും ഉപേക്ഷിച്ച് പോയത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും എന്ത് എന്റെ അച്ഛനോ,
എൻ്റെ അച്ഛൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ കാണാതായി. അയാൾ മരിച്ചെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കണ്ട, പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ റേഡിയോയിൽ അവർ അവസാനമായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നു, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുമല്ല ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള മാപ്പ് അത് നിങ്ങൾക്ക് മാത്രമേ നല്ലതുപോലെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബോസ് നിങ്ങളുടെ സഹായം ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ആ ഒരു പിയുടെ കയ്യിൽ ഒരു കോമ്പസ് മാത്രം കൊടുക്കും. എന്നിട്ട് പറയും ഇതെന്തായാലും നിങ്ങൾക്ക് സഹായമാവും എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ഹീറോയിനെ കൊണ്ട് ഇപ്പോഴും മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും കാണാതായതിനു ശേഷമുള്ള ഈ ന്യൂസ് പേപ്പറും കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കിയിട്ട് പെട്ടെന്ന് ഈ ഒരു ടീമിനോടൊപ്പം തിരിച്ചു വന്ന് അവരോട് ജോയിൻ ചെയ്യാണ്. അങ്ങനെ മരിയലിന്റെ ആ ഒരു അസിസ്റ്റന്റ് ഹീറോയിൻ കൊടുത്ത ആ ഒരു കോമ്പസ് ഉണ്ടല്ലോ അത് ഹീറോയിന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ഈ ഒരു ടീം മൊത്തം റെഡിയായിട്ട് നേരെ അലസ്കയിലേക്ക് പോകുന്നു. അങ്ങനെ ഇവരെല്ലാവരും അവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ നല്ല കാലാവസ്ഥയിൽ മാറ്റമുണ്ട്, നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹീറോയിൻ തന്റെ കയ്യിലുള്ള ആ ഒരു മാപ്പ് എടുത്ത് ഇപ്പൊ ഇവിടെ പെട്ടിടക്കുന്ന ആ ഒരു ടീമിന്റെ മാനേജർ ഉണ്ടല്ലോ സൺഡേ എന്ന് പറഞ്ഞിട്ട് അയാളായിട്ട് റേഡിയോയിൽ കോൺടാക്ട് ചെയ്ത് ഇപ്പൊ അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും മറുവശത്ത് ആരോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് ഇവർക്ക് വ്യക്തമായിട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ബുക്കർ പറയും ഓക്കെ, ഈ കാറ്റടിക്കുന്നത് കൊണ്ടായിരിക്കാം സിഗ്നൽ കിട്ടാത്തത്, ഇത് നിന്ന ഉടനെ തന്നെ ഞാൻ വീണ്ടും ട്രൈ ചെയ്യുന്നതായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ അപ്പോൾ ഹീറോയിൻ പറയും ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറുന്നതുവരെ നമുക്ക് ഇവിടെ ടെന്റ് അടിച്ച് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നതും ഇവരെല്ലാവരും അവിടെ ഇരുന്നിട്ട് അവിടെ ടെന്റ് അടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ അതിൽ ഡാൻ എന്ന് പറഞ്ഞ അവനാണെങ്കിലോ ഈ ടെന്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള കുഴിയെടുക്കാൻ വേണ്ടി അവൻ ഈ ഒരു ഷവൽ വെച്ചെല്ലാം ഇങ്ങനെ കുഴിച്ചു നോക്കുമ്പോഴത്തേക്കും അവിടെ കുഴിയെടുക്കാനായിട്ട് കഴിയുന്നില്ല. സത്യത്തിൽ ഇവർ നിൽക്കുന്നത് ഏതോ ഒരു പുഴയുടെ മുകളിലാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെയുള്ള തണുപ്പ് കാരണം ആ ഒരു വെള്ളമെല്ലാം ഐസായിട്ട് അത്രയും കട്ടിയായിട്ട് കിടക്കാണ്. അതുകൊണ്ടാണ് കുഴിയെടുക്കാൻ കഴിയാത്തത്. ഇപ്പൊ മാരിയൽ അവിടേക്ക് വന്നിട്ട് എല്ലി എന്തു പറ്റി, എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സിഗ്നൽ കട്ടാവുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. സിഗ്നൽ കിട്ടുന്നത് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഡാൻ പെട്ടെന്ന് പറയും ഈ സ്ത്രീ പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ രാവിലെ മുതലേ ഈ സ്ഥലത്ത് തന്നെ കിടന്ന് ചുറ്റുന്നത്. ഇവരിനി കറക്റ്റായിട്ട് തന്നെയാണ് ഈ സ്ഥലങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. ഇപ്പോഴാണെങ്കിലോ നല്ല കാറ്റും അടിക്കുന്നു, കാലാവസ്ഥ ശരിയല്ല, ഈ സ്ഥലത്ത് ടെന്റ് അടിക്കാൻ കഴിയുന്നില്ല. നിന്റെ അച്ഛന്റെ ടീം മരിച്ചതുപോലെ തന്നെ നമ്മളും ഇവിടെ കിടന്ന് മരിക്കാൻ പോകണമെന്നല്ല എന്തോ ഒരു ദേഷ്യത്തില് ഡാൻ ഇങ്ങനെ പറയുന്നതും ദേഷ്യം വന്ന മരിയൽ പറയും ദേ ഇനി ഒരു തവണ കൂടി എന്റെ അച്ഛനെ പറ്റി പറഞ്ഞാലേ നിനക്കിപ്പോ എന്താ ആവശ്യം, ടെന്റ് അടിക്കണം, കുഴിയെടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിലുള്ള ബോംബ് വെച്ചിട്ട് അവിടെ ഒരു കുഴി ഉണ്ടാക്ക് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഡാൻ അവിടെ കുഴിയെടുത്ത് ചെറിയൊരു ബോംബും വെച്ച് അങ്ങനെ സേഫ് ആയിട്ട് ഒരിടത്തേക്ക് മാറിപ്പോയിരുന്ന് ആ ഒരു ബോംബ് ഇപ്പോൾ തകർക്കുന്നതും അവിടെ നല്ലൊരു കുഴി വീഴുന്നുണ്ട്. അതേപോലെ തന്നെ ആ സ്ഥലത്ത് അവർ ടെന്റും അടിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ ഓരോരുത്തരായിട്ട് പലയിടത്തായിട്ട് പോയിരിക്കുകയാണ് മാറി. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് മാരിയല് എല്ലിയുടെ അടുത്തേക്ക് വന്നിട്ട് എന്തു പറ്റിയല്ലേ, ഈ മാപ്പിൽ നോക്കിയിട്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നിന്നെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ട് കഴിയത്തില്ല, പിന്നെ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് എല്ലി തന്റെ കയ്യിലുള്ള ആ ഒരു കോമ്പസ് എടുത്ത് തറയിലേക്ക് വയ്ക്കുമ്പോൾ ഈ കോമ്പസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കാണിക്കുന്നില്ല, അത് വെറുതെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ഈ സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് അത് കുറച്ച് ഡിഫറൻ്റ് ആണ്. വടക്ക് ഭാഗം പോലും എനിക്ക് നേരെ ചൊവ്വേ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തോ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു, ഇനി നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയുമ്പോൾ മാരിയൽ പറയും ഹേയ് അതൊന്നുമില്ല, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തും. അതേസമയം മറ്റൊരു വശത്ത് ഡാൻ മാർഗരറ്റ് ഉണ്ടല്ലോ അവളോട് ചോദിക്കും അല്ല നീ ഒരു ആർക്കിയോളജിസ്റ്റ് അല്ലേ, നിനക്ക് ഈ ഒരു ടീമിന് എന്താ ബന്ധം, നീ എന്തിനാ ഇവരോടൊപ്പം ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ടിൻ സിസ്റ്റർ ഈ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു, അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് മാർഗരറ്റ് പറയും. ഇപ്പൊ അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഇതിൽ ഡാനിനെ കുറച്ച് ദൂരെ നിന്നും എന്തോ ഒരു ശബ്ദം ഡിഫറൻ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അവൻ എല്ലാവരോടും ചോദിക്കും അല്ല നിങ്ങൾക്കിത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ കോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവന്ന ആ ഒരു പട്ടാളക്കാരനുണ്ടല്ലോ അവൻ ഇവനോട് പറയും ദേ ഒന്ന് മിണ്ടായിരിക്കാൻ കഴിയൂ, ബാക്കിയുള്ളവരെയും കൂടി പേടിപ്പിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ എല്ലാവരും അതുപോലെ മിണ്ടാതിരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ എല്ലാവർക്കും ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട കോട്ട് പറയും ഹേയ് ഇത് കേട്ടിട്ട് ആരും പേടിക്കണ്ട, അത് ഈ ഒരു പോളാർക്കാരടി കരയുന്ന ശബ്ദമാണ്, അത് വലിയ കാര്യമാക്കണ്ടെന്ന് പറയും. പക്ഷെ മാരിയലിനാണെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന കാര്യമൊന്നും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ പറയും ഏയ് എല്ലാവരും ഒന്നും മിണ്ടായിരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ബാക്കി എല്ലാവരും പതിയെ പറയുന്നുണ്ട് ഈ പണക്കാരന്മാരെ ഇങ്ങനെയാണ് എല്ലാത്തിനും പേടിക്കുന്നവരെ എന്ന് പറഞ്ഞ് ചിരിക്കുന്നതും ഇപ്പോൾ ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങാണ്. അപ്പോഴാണ് ഡാൻ പറയുന്നത് എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡാൻ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവന്റെ കയ്യിൽ ഒരു റോപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും നീ ഈ റോപ്പിന്റെ അറ്റം പിടിച്ച് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ടുള്ള വഴി കണ്ടുപിടിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അവൻ വലിയ കാര്യമൊക്കെ അത് എഴുന്നേറ്റ് പോവാണ്. ആ ചെന്ന് കയറിക്കോട് എന്നല്ലാതെ പിന്നെ വേറെ എന്തോ പറയാനായിട്ട്. അപ്പോഴാണ് ബുക്കർ എഴുന്നേറ്റ് നമ്മുടെ ഹീറോയിന്റെ മുന്നിലേക്ക് വന്നിട്ട് അല്ല നീ ഇതുപോലെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടോ, ഈ മാപ്പെല്ലാം നല്ലതുപോലെ നോക്കാനായിട്ട് നിനക്ക് എങ്ങനെ അറിയാം, നീ ഇത് എവിടെ നിന്നാ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു സയന്റിസ്റ്റ് ആണ്,
അമ്മ, ഒരു ട്രാവലറും. അവര് രണ്ടുപേരാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. അതുമല്ല, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ പോളിയോ അറ്റാക്ക് വന്നിരുന്നു. അപ്പോഴാണ് എൻ്റെ അച്ഛൻ ഞങ്ങളുടെ ഫാമിലിയെ തന്നെ വിട്ടിട്ട് ഒറ്റയ്ക്ക് പോയത്. അങ്ങനെ അവളുടെ അച്ഛനെ പറ്റി പറയുമ്പോഴത്തേക്കും ബുക്കർ ചോദിക്കും, നിന്റെ അമ്മയുടെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പെട്ടെന്ന് സംസാരം നിർത്തിയിട്ട് എനിക്ക് ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് അവൾ ഉറങ്ങാനായിട്ട് പോവാണ്. ഇതേ സമയം ഡാനിനെ കാണിക്കുമ്പോൾ അവനിപ്പോ മൂത്രം ഒഴിക്കാനായിട്ട് സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് പിറകിൽ നിന്നും നേരത്തെ കേട്ട ആ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇപ്പോൾ ഡാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള ആ ഒരു ലൈറ്റർ എടുത്ത് കത്തിച്ചിട്ട് ഈ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു ചെല്ലുന്നതും അവിടെ ആ ഒരു മോൺസ്റ്റർ ജീവിയുണ്ട്. ഇപ്പൊ ഇത് കാണുന്ന ഡാൻ അലറി വിളിക്കുന്നതും ഈ ശബ്ദം നമ്മുടെ ഹീറോയിന് കേൾക്കും. അപ്പോൾ ഹീറോയിൻ കണ്ണുറന്ന് നോക്കുമ്പോൾ ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്, ആരും ഇത് കേട്ടിട്ടില്ല. അപ്പോൾ ഹീറോയിൻ വിചാരിക്കും ഇവരാരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ ആ ഒരു റോപ്പ് എടുത്തൊരു മരത്തിൽ കെട്ടി അതിന്റെ മറ്റേ അറ്റവും പിടിച്ചിട്ട് നേരെ കാടിനുള്ളിലേക്ക് പോകണം ആ ഒരു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക്. അങ്ങനെ ഹീറോയിൻ ഒരുപാട് ദൂരം നടന്നു വരുമ്പോഴത്തേക്കാണ് ആ ഒരു റോപ്പിന്റെ മറ്റേ അറ്റം ഉണ്ടല്ലോ അത് പതിയെ കട്ടാവുന്നു. അങ്ങനെ കുറച്ച് നടന്നു വരുമ്പോഴത്തേക്കും ആ ഒരു റോപ്പ് മൊത്തം അവളുടെ കയ്യിലിരിക്കാണ്. അവൾ അത് ചുറ്റിയെടുത്തിട്ട് ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചേ. ഈ സ്ഥലത്താണല്ലോ ശബ്ദം കേട്ടത്, ഇവിടെ ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ അപ്പോഴാണ് ഇരുട്ടിൽ നിന്ന് മാറി ഒരാൾ നടന്നു വരുന്നു. അത് വേറെ ആരുമില്ല, ഡാനാണ്. അവന്റെ തലയിലാണെങ്കിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. രക്തം ഒരു സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ ആ ഒരു മോൺസ്റ്റർ അവനെ അറ്റാക്ക് ചെയ്താണ്. ആ അടിയിലെ അവന്റെ ബോധം തന്നെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അവനിപ്പോ വന്ന് പറയുന്നത്, ഞാൻ മാർഗരറ്റിന്റെ സഹോദരിയെ കണ്ടു, അവൾ കാണാൻ എത്ര സുന്ദരിയാണ്, അതുപോലെ അവളൊരു പാട്ട് പാടി, അത് വളരെ ഡിഫറെന്റ് ആയിരുന്നു എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു പാട്ടും പാടി അവൻ അവിടെ നിന്ന് നടന്നു പോവാണ്. ഇത് കാണുന്നത് ഹീറോയിന് മനസ്സിലായി അവൻ എന്തോ ഹാലൂസിനേഷൻ പോലെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോയിൻ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് എന്തോ ഓടി വരുന്നത് പോലെ ഹീറോയിൻ ഈ ശബ്ദം കേട്ട് അടുത്തുള്ളൊരു മരത്തിന് പിറകിലേക്ക് വന്ന് ഒളിച്ചു നിൽക്കും. ഇപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആഹാ വേറൊന്നുമില്ല, ആ ഒരു മോൺസ്റ്റർ അങ്ങനെ അവളുടെ പിറകിൽ വന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതും ഹീറോയിൻ ശ്വാസം പിടിച്ച് ആ ഒരു മരത്തിലേക്ക് ചേർന്ന് തന്നെ നിൽക്കും. അതാണെങ്കിലോ അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ മരത്തിനടുത്തേക്ക് വരുന്നതും ഹീറോയിന്റെ ടീമിലുള്ള ബാക്കി എല്ലാവരും ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവളെ കാണാത്തത് കൊണ്ട് വിളിച്ചുകൊണ്ട് വരുന്നതും ഈ ശബ്ദം കേട്ട ആ ഒരു മോൺസ്റ്റർ അവിടെ നിന്ന് പോവാണ്. അവർ വന്നില്ലായിരുന്നെങ്കിലും നമ്മുടെ ഹീറോയിനും ഇപ്പോൾ ഹാലൂസിനേഷൻ ആയിട്ട് തലയ്ക്ക് അടിയും കൊണ്ട് വട്ട് പിടിച്ചതുപോലെ ഇവിടെ നടന്നേനെ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് തിരിച്ച് തന്റെ ടീമിന്റെ അടുത്തേക്ക് വരും. അപ്പോഴേക്കാണ് ബാക്കി എല്ലാവരും ചോദിക്കുന്നത്, അല്ല ഡാൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കോട്ട് പറയും അവൻ മരിച്ചു കാണും, കാരണം ഞാനിവിടെ മൂത്രമൊഴിക്കാനായിട്ട് പോകുമ്പോൾ അവന്റെ കാലിന്റെ ഒരു ഭാഗം മുറിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നതും ഇത് കേട്ട് പേടിച്ച മാർഗരറ്റ്, എന്ത് ഡാനിന്റെ കാലോ, അവനെ ആരായിരിക്കും കൊന്നത് എന്നവൾ പേടിച്ച് ചോദിക്കുമ്പോഴത്തേക്കും എന്തായാലും മനുഷ്യനാവാൻ സാധ്യതയില്ല, മനുഷ്യനെ കൊണ്ട് ഇതുപോലെ ഒരാളെ കൊല്ലാൻ കഴിയത്തില്ല, അവനെ കൊന്നത് എന്തായാലും അതിന് മനുഷ്യനെ 2 പീസായിട്ട് വലിച്ചു കീറാനായിട്ടുള്ള കഴിവുണ്ട്, അത്രയും ശക്തി ഉണ്ടെന്നെല്ലാം പറയുമ്പോഴത്തേക്കും മാരിയൽ പറയും അവൻ മരിച്ചിട്ടൊന്നും ഉണ്ടാവത്തില്ല, വഴി തെറ്റി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, അതുമല്ല അവൻ നല്ലതുപോലെ മദ്യപിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടു എന്നെല്ലാം പറയുമ്പോൾ ഇത് കേട്ട ഹീറോയിൻ കുറെ നേരം അവിടെ പേടിച്ച് തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത്, ഇല്ല ഡാൻ മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേട്ട മാർഗരറ്റ്, അങ്ങനെയാണെങ്കിൽ അവന്റെ ശരീരം നമുക്ക് കണ്ടുപിടിക്കണം, എന്നിട്ട് അവന്റെ ശരീരം അടക്കം ചെയ്യാനുള്ള ചടങ്ങുകളെല്ലാം നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് കേട്ട മാരിയലിന് നല്ല ദേഷ്യം വരും. ഇതുപോലുള്ളൊരു കാടിനകത്ത് വന്നിട്ട് ഇപ്പൊ മാരിയൽ പറയും, നിങ്ങളെല്ലാവരും മറന്നുപോയോ നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത്, എന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി, ആ കാര്യം ആദ്യം ചെയ്യാം, അച്ഛനെ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഡാൻ മരിച്ചെങ്കിലേ അവന്റെ ശരീരം നമുക്ക് ഇതുപോലെ അടക്കം ചെയ്യാം, അറിയാലോ ഞാനാണ് നിങ്ങൾക്ക് പണം തരുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ കേൾക്കണമെന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും അതുപോലെ തന്നെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് നടന്നു പോകുമ്പോഴത്തേക്കാണ് മാർഗരറ്റ് കോട്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് പറയുന്നത്, ഹേയ് നിനക്കറിയാലോ ഞാനൊരു ആർക്കിയോളജിസ്റ്റ് ആണ്, ഡാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ശരീരത്തുള്ള ആ ഒരു മുറിവ് വെച്ച് അവനെ കൊന്നത് എന്ത് കാര്യമാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും, അതുകൊണ്ട് നമുക്ക് അവന്റെ ബോഡി കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ ഒരു മാപ്പ് കൊണ്ടുവന്ന് മാരിയലിന്റെ അടുത്തേക്ക് കാണിച്ചിട്ട്, ദേ ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോഴത്തേക്കാണ് മാരിയലിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെണ്ണുണ്ടല്ലോ അവളും ഇവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവളെ കാണാനില്ല എന്നുള്ള കാര്യം കോട്ട് കണ്ടുപിടിക്കും. ഇപ്പൊ കോട്ട് പറയും, ശരി ഞാൻ അവളെ അന്വേഷിച്ച് പോവാണ് എന്ന് പറയുമ്പോൾ മാരിയൽ പറയും, ഹേയ് നിനക്കറിയാലോ നേരത്തെ ഡാനിന് എന്താണ് സംഭവിച്ചത്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ നിൽക്കാന്ന് പറയുമ്പോൾ കോട്ട് പറയും, നീ എന്നെ പഴിവേണ്ട ആവശ്യമില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, അതുകൊണ്ട് ഞാൻ അവളെ അന്വേഷിച്ച് പോവാണെന്നും പറഞ്ഞ് കോട്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് മാർഗരറ്റ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ പിറകെ വരാം, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സഹായത്തിന് അവളെ സഹായിക്കാനായിട്ട് ഞാനുണ്ടാവുമെന്നും പറഞ്ഞ് അവളും കോട്ടിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാണ്. എന്നിട്ട് ഇവരിപ്പോ 2 ടീമായിട്ട് പിരിഞ്ഞു പോകുന്നു. അങ്ങനെ മാർഗരറ്റും കോട്ടും ഇവരെ രണ്ടുപേരും കുറെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു വലിയ കാൽപ്പാട് കാണുന്നത്. അപ്പോൾ മാർഗരറ്റ് അത് കണ്ടിട്ട്, ഇത്രയും വലിയൊരു കാൽപ്പാട് ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അതെന്താണെന്ന് റിസർച്ച് ചെയ്യാൻ വേണ്ടി അവളോട് ഇരിക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്നും മരിയലിന്റെ ആ ഒരു സഹായം ഉണ്ടല്ലോ ആ പെണ്ണ് കരയുന്ന ശബ്ദം കേൾക്കുന്നു. ഇപ്പൊ കോട്ടാണെങ്കിലോ തന്റെ തോക്ക് ലോഡ് ചെയ്തിട്ട് ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു പോകുന്നതും മാർഗരറ്റിനും അധികം നേരം അവിടെ ഇരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് അവളും ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് തന്നെ നടന്നു പോവാണ്.
ഇപ്പൊ കോട്ടങ്ങനെ നടന്നു പോകുന്നതും പെട്ടെന്ന് അവന്റെ ഓപ്പോസിറ്റ് ആരും നടന്നു വരുന്നത് പോലെ കോട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് റെഡി ആവുന്നതും അവിടേക്ക് നടന്നു വരുന്നതും മാർഗരറ്റ് ആയിരുന്നു. ഹേയ്, നീയാണോ ഇത്? ഞാൻ ഇപ്പൊ നിന്നെ ഷൂട്ട് ചെയ്താനെ, നോക്കി ഇങ്ങനെ നടന്നോളെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ വീണ്ടും ആ ഒരു പെണ്ണ് കരയുന്ന ശബ്ദം കേട്ട് ഇപ്പോൾ രണ്ടുപേരും ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു പെണ്ണിനെ ഈ മോൺസ്റ്റർ ഉണ്ടല്ലോ അത് വലിച്ചെടുത്ത് എവിടേക്കോ കൊണ്ടുപോകുന്നു. ഇപ്പൊ കോട്ടാണെങ്കിലോ അവിടേക്ക് 2-3 തവണ ഷൂട്ട് ചെയ്തിട്ട് അതിന്റെ പിറകെ ചെല്ലുമ്പോൾ ആ ഒരു മോൺസ്റ്ററിനെ കാണിക്കുന്നതും ഈ മോൺസ്റ്റർ ആ പെണ്ണിനെ കൊടൂരായിട്ട് അവിടെ വെച്ച് കൊന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഇപ്പൊ കോട്ട് ആ പെണ്ണിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവൾക്ക് ഇത്തിരി ജീവനുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മുറിവിൽ കൈവച്ചിട്ട് അവൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ കുറച്ചു നേരം അവന്റെ മടിയിൽ കിടന്ന് അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. ഇപ്പൊ കോട്ടിനെ ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അവനാണെങ്കിൽ അലറി വിളിക്കുന്നതും മാർഗരറ്റിന് മറുപടി ഒന്നും പറയാൻ കഴിയാതെ അവൾ വിഷമിച്ച് നിൽക്കാണ്. ഇപ്പൊ ഈ ഒരു ടീമിലെ ബാക്കിയുള്ളവരെ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും മറ്റൊരു ഡയറക്ഷനിലാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയി അവസാനം മരിയലിന്റെ അച്ഛനുണ്ടായിരുന്ന ആ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടല്ലോ അത് ഇവർ കണ്ടുപിടിക്കും. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടി അതിനകത്തേക്ക് കയറുന്നതും ഇപ്പൊ അതിനകത്ത് കിടക്കുന്ന ആരാന്ന് വെച്ചാല് മാർഗരറ്റ്. അവളാണെങ്കിൽ പേടിച്ചു വിറച്ച് ആ മോൺസ്റ്ററിന്റെ പല്ല് അവളുടെ കയ്യിൽ വെച്ചേക്കാണ്. ഇപ്പൊ എല്ലാവരും ആ ഒരു പല്ല് കണ്ട് പേടിച്ചിട്ട് അല്ല മാർഗരറ്റ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ മരിയലിന്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ ആ പെണ്ണ് അവള് മരിച്ചു. അവളുടെ ദേഹത്ത് നിന്നാണ് ഞാൻ ഈ ഒരു മോൺസ്റ്ററിന്റെ പല്ലെടുത്തത്. അതുപോലെ ആ ഒരു മോൺസ്റ്ററിനെ കൊല്ലാൻ വേണ്ടി കോട്ട് അതിന്റെ പിറകെ പോയേക്കാണെന്ന് പറയും. ഇപ്പൊ അങ്ങനെ എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിലേക്ക് പോയ കോട്ടുണ്ടല്ലോ അവൻ ഇപ്പോൾ തിരിച്ചു വരുന്നതും അവനോട് എല്ലാവരും ചോദിക്കും ആ മോൺസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ വെള്ള കളറിലായിരുന്നു, അതും ഒരു കുരങ്ങിനെ പോലെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അതുമല്ല അതാണ് മരിയലിന്റെ ആ ഒരു അസിസ്റ്റന്റിനെ കൊന്നത്. ഇപ്പൊ ഇതെല്ലാം കേട്ട മരിയലാണെങ്കിലോ അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് നീ അവളെ രക്ഷിക്കാതെ വെറുതെ വരുമായിരുന്നു, നീ രക്ഷിക്കണമായിരുന്നു അവളെ, നീ കാരണമാണ് അവള് മരിച്ചതെന്നെല്ലാം പറഞ്ഞിട്ട് ഈ മണ്ടനൊന്നും അറിയാതെ വെറുതെ കോട്ടിനെ വഴക്ക് പറയുന്നത്. കോട്ട് ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ടിട്ട് അവനെ അടിക്കാനായിട്ട് പോകുമ്പോൾ ബുക്കർ ഓടി വന്നിട്ട് അവനെ തടയാണ്. എന്നിട്ട് കോട്ട് പറയും അവളുടെ മരണത്തിന് ഞാനല്ല കാരണം, നീയാണ്. പക്ഷേ അവളുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ആ ഒരു മോൺസ്റ്റർ അതിനെ ഞാൻ എന്തായാലും കൊല്ലും എന്ന് പറഞ്ഞ് കോട്ട് അവിടെ നിന്ന് മാറുന്നതും ഇപ്പോഴാണ് മാർഗരറ്റ് ഇവരോട് പറയുന്നത് ഈ മോൺസ്റ്ററിനെ പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിച്ചതിൽ മനസ്സിലാക്കിയത് ഇതുപോലൊരു മോൺസ്റ്റർ ഉള്ളതായിട്ടും അത് വെറും ഒരു കെട്ടുകഥയാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എല്ലാവരും പറയുന്നതും അങ്ങനെയാണ്. ഇതിന് പല പേരുകളുണ്ട്, സ്നോമാൻ, യതി, ഇങ്ങനെ പല പേരുകൾ. അതുപോലെ അതിന്റെ സയന്റിഫിക് പേര് ഇതാണെന്ന് പറഞ്ഞൊരു പേര് പറയുന്നതും ഇപ്പോൾ ഹീറോയിൻ അതിന്റെ പല്ല് നോക്കിയിട്ട് എല്ലാവരോടും പറയും ഇനി നമ്മൾ ഒറ്റയ്ക്ക് പോകരുത്, എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു മോൺസ്റ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ അഭിപ്രായം പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ മോൺസ്റ്ററിന്റെ ശബ്ദം ഉണ്ടല്ലോ അത് ശ്വാസപ്പെടുന്ന ഒരു ശബ്ദം പോലത്തെ അത് ഇവരുടെ അടുത്തേക്ക് വരുന്നത് പോലെ. ഇപ്പൊ ഇത് കേട്ട് എല്ലാവരും പേടിക്കുമ്പോഴത്തേക്കും കോട്ട് പറയും എല്ലാവരും മിണ്ടാതിരുന്നു, ഒരക്ഷരം പോലും മിണ്ടരുത് എന്ന് പറഞ്ഞ അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് അവ റെഡിയാക്കാണ് ഇതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അവൻ ആ ഒരു തോക്ക് വെച്ച് ഓരോ സൈഡായിട്ട് ഇങ്ങനെ ചുറ്റി വരികയാണ് ഇവിടുന്ന് വന്നാൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. ഇതിനിടയിൽ മാരിയൽ എന്ന് പറഞ്ഞ ഒരു മണ്ടൻ പെട്ടെന്ന് അവിടെയുള്ള ഫോൺ എടുത്ത് ആരെങ്കിലും സഹായത്തിന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഹലോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോന്നല്ല ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവനിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതും കോട്ട് പെട്ടെന്ന് ഇവനെ നോക്കി ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് ആ ഒരു ജനാല തകർത്ത് ഈ മോൺസ്റ്റർ നമ്മുടെ കോട്ടുണ്ടല്ലോ അവന്റെ നെഞ്ചിലേക്ക് കൈയിറക്കി അവൻ അവിടെ വെച്ച് കൊടൂരായിട്ട് കൊല്ലുന്നു. ഇപ്പൊ ഇത് കണ്ട ഹീറോയിൻ ഓടി വന്നിട്ട് കോട്ടിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ ആ മോൺസ്റ്റർ അവനെ വലിച്ചെടുത്ത് കാടിനുള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഇതിന് കാരണം ആ മണ്ടൻ മരിയാനുണ്ടല്ലോ അവനാണ്. അങ്ങനെ ഹീറോയിൻ ആകെ വിഷമിച്ചിട്ട് അവിടെ ഇരിക്കുന്നതും ബാക്കി എല്ലാവർക്കും എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ഹീറോയിൻ തന്റെ കയ്യിലുള്ള ആ ഒരു രക്തമെല്ലാം തുളച്ചു കളഞ്ഞ് ആ ജനാല ഉണ്ടല്ലോ അത് തടിയെല്ലാം വെച്ചിട്ട് അടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ മാർഗരറ്റ് ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും മരിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പക്ഷെ നിന്റെ അച്ഛൻ എന്തായാലും ഈ ഗ്രൂപ്പിനോടൊപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയം ബുക്കർ ആണെങ്കിലോ അവിടെയുള്ള റേഡിയോ വെച്ചിട്ട് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ കഴിയുമെന്ന് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറേ നേരം ശ്രമിച്ച് അവസാനം അതിന്റെ ആന്റിനെ ഒടിയുന്നതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ ആന്റിനെ മാറ്റിയാലേ നമുക്ക് വേറെ ആരെങ്കിലും ഹെൽപ്പിനായിട്ട് വിളിക്കാൻ കഴിയുള്ളൂ ബുക്കർ പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ഇപ്പോൾ സ്വയം പറയുന്നുണ്ട് ഞാനാണ് ഇതിനെല്ലാം കാരണം, ഞാനാണ് ഈ ഒരു വഴി കണ്ടുപിടിച്ച് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവർ മരിക്കാനും കാരണം ഞാനാണെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ബുക്കർ പറയും ഒരിക്കലും അങ്ങനെ പറയരുത്, നീ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ വഴി തെറ്റി പല വഴിക്ക് പോയേനെ, നീ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ വന്നത്. ഇപ്പോൾ ഹീറോയിൻ അത് കേട്ട് കുറച്ചുകൂടി ഇമോഷണലായിട്ട് ഞാൻ അവസാനമായിട്ടും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എൻ്റെ അമ്മ ആ സമയത്ത് മരിച്ചു പോയിരുന്നു, ഞാനും അമ്മയും ഒരു മലയിലേക്ക് പോയി അവിടെ വെച്ചിട്ട് നല്ല രീതിയിൽ കാറ്റടിച്ചു, അങ്ങനെ തിരിച്ചു വരാണ്ട് ശ്രമിക്കുമ്പോൾ ഞാൻ എടുത്തൊരു തെറ്റായിട്ടുള്ള തീരുമാനം, അത് കാരണമാണ് എൻ്റെ അമ്മ മരിച്ചത് എന്നെല്ലാം അവളുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ബുക്കർ പറയും അതൊന്നും നിന്റെ തെറ്റല്ല,
എന്താണോ നടക്കേണ്ടത് അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ടതെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ അടുത്തായിട്ട് വലിയൊരു ടവർ ഉണ്ട്. അതിന് മുകളിൽ ഒരു റേഡിയോ ആന്റിന ഉണ്ട്. ഇപ്പൊ അത് കൊണ്ടുവന്നാലേ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ റേഡിയോ റെഡിയാക്കി മറ്റുള്ളവരെ സഹായത്തിനായിട്ട് വിളിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ കയ്യിലൊരു തോക്ക് കൊടുത്ത് ഇത് വെച്ച് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് അവന്റെ ദേഹത്ത് ഒരു കയറും കെട്ടി ബുക്കർ ഇപ്പോൾ ആ ഒരു ടവറിന്റെ മുകളിലേക്ക് കയറിപ്പോവാണ്. അങ്ങനെ അതിന് മുകളിലേക്ക് വന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് അവൻ ആ ഒരു റേഡിയോ പ്രവർത്തിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. അതുകൂടിയാവുന്നതും ഇവിടെ എന്തോ ഒരു കാര്യം തെറ്റായിട്ട് നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി അവൻ പതി ഇറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു പഴയ തടിയിൽ കാല് വെച്ചിട്ട് ബുക്കർ അങ്ങനെ നേരെ താഴേക്ക് വീഴാണ്. പക്ഷെ അവന്റെ ദേഹത്ത് കെട്ടിയിരുന്ന ആ ഒരു കയറ് കാരണം അവൻ ഇപ്പോൾ തല കീഴായിട്ട് കിടക്കുന്നു. അതുപോലെ നല്ലതുപോലെ പരിക്കും പറ്റിയിട്ടുണ്ട്. അങ്ങനെ തല കീഴായിട്ട് അവൻ തൂങ്ങിക്കിടക്കുന്നതും ഇപ്പൊ താഴെ നിൽക്കുന്ന ഹീറോയിന്റെ കയ്യിലേക്ക് രക്തം വീഴുന്നതും ബുക്കറിന് എന്തോ ഒരു കാര്യം സംഭവിച്ചെന്ന് മനസ്സിലാക്കി ഹീറോയിൻ ഇപ്പോൾ ആ ടവറിന് മുകളിലേക്ക് കയറാനായിട്ട് വരികയാണ്. കറക്റ്റ് സമയത്ത് അവിടേക്ക് ആ ഒരു മോൺസ്റ്ററും വരുന്നു. ഇതുകൂടി കാണുന്നത് ഹീറോയിൻ എന്താ ചെയ്തിച്ചാൽ അതിന് മുകളിലേക്ക് കയറാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നതും ഇപ്പോൾ ബുക്കറിനെ കാണിക്കുമ്പോൾ ബുക്കർ എങ്ങനെയാ ആ ഒരു കയറ് കെട്ടഴിച്ചു. എന്നിട്ട് അവൻ നേരെ താഴേക്ക് ഒന്ന് വീഴും. ഇപ്പൊ ഈ ശബ്ദം കേട്ട് ഓടിപ്പോയ ഹീറോയും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ബുക്കർ എഴുന്നേറ്റിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അതിന് മുന്നേ തന്നെ ആ ഒരു മോൺസ്റ്റർ അവിടേക്ക് വന്നിട്ട് ബുക്കറിനെ ചവിട്ടി വലിച്ചു കീറി കൊടൂരമായിട്ട് കൊല്ലുന്നതും ഇത് കണ്ട ഹീറോയിൻ ഒന്നും മിണ്ടാൻ കഴിയാതെ അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. അങ്ങനെ അവിടെ നിന്ന് ഓടിയിട്ട് ഹീറോയിൻ ഇപ്പൊ മറ്റൊരു ക്യാബിൻ പോലെ ഒരു സ്ഥലമുണ്ട്. അത് കണ്ട് പെട്ടെന്ന് ഓടി അതിനകത്തേക്ക് കയറും. അതിനകത്തേക്ക് കയറിയിട്ട് ഡോർ അടച്ച് ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ ഒരു കൂടിനുള്ളിൽ ആരോ ഒരാൾ ഇരിക്കുന്നു. അപ്പൊ അകത്തുള്ളത് തന്റെ അച്ഛനാണെന്ന് വിചാരിച്ചിട്ട് ഓടി ആ ഒരു കൂടിനടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും അത് സത്യത്തിൽ ഹീറോയിന്റെ അച്ഛനല്ലായിരുന്നു. മാരിയലിന്റെ അച്ഛനുണ്ടല്ലോ, സൺഡേ എന്ന് പറഞ്ഞിട്ട്, അയാളായിരുന്നു അത്. അതുമല്ല ഇത്രയും തണുപ്പായതുകൊണ്ട് അയാളുടെ സ്ഥലകാല ബോധമെല്ലാം നഷ്ടപ്പെട്ട് ഹാലുസിനേഷൻ ലെവലിലേക്ക് പോയിട്ട് ഇപ്പൊ അയാൾ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്, ഞാനിപ്പോ എവിടെ ഉള്ളതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് ആ ഒരു കൂടിന്റെ ഡോറെല്ലാം ഇടിച്ച് തകർത്ത് അയാളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടല്ലോ, മാരിയലും മാർഗരറ്റ് ഇരിക്കുന്ന ആ ഒരു സ്ഥലം, അവിടേക്ക് അയാളെ കൊണ്ടുപോകും. അങ്ങനെ മാരിയലിന് ഇപ്പോൾ തന്റെ അച്ഛനെ കാണുമ്പോഴത്തേക്കും അത്ര സന്തോഷമായി. അവൻ അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നത് ഹീറോയിൻ ആ ഒരു ഔട്ട് പോസ്റ്റ് അത് ചുറ്റി നടക്കുമ്പോഴത്തേക്കാണ് അതിനകത്തൊരു വലിയ ബാരലിൽ ഒരുപാട് മയക്കുമരുന്ന് ഇരിക്കുന്നതായിട്ട് അവൾ കാണുന്നത്. അതുമല്ല മനുഷ്യരെ മോൺസ്റ്ററായിട്ട് മാറുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ബ്ലൂ പ്രിന്റുകളും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ ഇതെല്ലാം കണ്ട ഹീറോയിൻ ആണെങ്കിലോ ഇവിടെ എന്തോ ഒരു കാര്യം വീണ്ടും തെറ്റായിട്ട് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ മാരിയൽ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ എന്റെ അച്ഛനെ കിട്ടി, നമുക്കിനി തിരിച്ചു പോവാന്ന് പറയുമ്പോൾ ഈ ബോട്ട് എവിടെയാണെന്ന് നിനക്കറിയാം, അതുകൊണ്ട് ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് നമുക്ക് ആ ബോട്ടിൽ കയറി രക്ഷപ്പെടാന്ന് പറയുന്നതും ഇപ്പോൾ സൺഡേ എന്ന് പറഞ്ഞിട്ട് മാരിയലിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ ഒരു തോക്കുമായിട്ട് നേരെ ഇവിടേക്ക് കയറി വന്ന് ഹീറോയിനോട് പറയും. ഇതുപോലെ ഹീറോയിന്റെ അച്ഛന്റെ പേര് പറയും. എന്നിട്ട് പറയും, അവനെ കണ്ടുപിടിക്കണം, അവനാണ് എന്നെ ഈ ഒരു കൂടിനകത്ത് അടച്ചിട്ടത്, അവനെ കണ്ടുപിടിച്ചിട്ടേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയത്തുള്ളൂ. അതുമല്ല ഈ ഒരു ടീം സത്യത്തിലെ ഈ ഓയിലിന്റെ ജോലിയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവിടേക്ക് വന്നത്. ഓയിൽ എടുക്കുന്നുള്ള പേരിൽ ഗവൺമെന്റിനെ പറ്റിച്ച് ഇവന്റെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ അവരെല്ലാവരെയും കൊണ്ടുവന്ന് വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ഥലം ഇവർ നിർമ്മിക്കുമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഔട്ട് പോസ്റ്റ് തന്നെ ഇവർ നിർമ്മിച്ചത്. അപ്പോൾ മാർഗരറ്റ് ചോദിക്കും, അല്ല നിങ്ങൾ എന്തിനു വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, നിനക്ക് ഇപ്പൊ തന്നെ അറിയാം, ആ ഒരു സ്നോമാൻ, അതിനെ വേട്ടയാടാനാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതുമല്ല ഞങ്ങൾക്ക് മുന്നേ മറ്റൊരു ടീം ഇവിടേക്ക് വന്നിരുന്നു, പക്ഷെ അതിലുള്ള ഒരാൾ പോലും ഇപ്പോൾ ജീവനോടെ ഇല്ല. സത്യത്തിൽ എനിക്ക് പണത്തിനോട് ഇപ്പൊ ആർത്തിയില്ല, കാരണം അതിന് മേലുള്ള ആ ഒരു ത്രില്ലെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് വീണ്ടും വേറെ കുറെ ത്രില്ലുകൾ വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നിന്റെ അച്ഛനെ ഹയർ ചെയ്ത് ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നത് എന്ന് ഹീറോയിനോട് പറയും. നിങ്ങളൊരു അലക്സാണ്ടറിന്റെ കഥ കേട്ടിട്ടില്ലേ? അതിൽ അലക്സാണ്ടറിന്റെ പടയെ വേട്ടയാടിയ ഒരു മോൺസ്റ്റർ, ആ മോൺസ്റ്ററാണ് ഇതെന്ന് നിന്റെ അച്ഛൻ വിശ്വസിച്ചു. അതനുസരിച്ചാണ് ആ ഒരു മോൺസ്റ്ററിനെ വേട്ടയാടാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് വന്നെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ അയാളോട് തിരിച്ചു ചോദിക്കും, അല്ല എന്റെ അച്ഛൻ എന്തുകൊണ്ടാണ് നിങ്ങളെ കൂട്ടിനകത്ത് അടച്ചിട്ടത്? അപ്പോഴാണ് അയാൾ മറ്റൊരു സത്യം പറയുന്നത്, സത്യത്തിൽ ആ ഒരു മോൺസ്റ്ററിന്റെ കുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നു, അതിനെ കൊന്ന് അതിനെ കറി വെച്ച് കഴിക്കാമെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നിന്റെ അച്ഛൻ മാത്രം അതിന് സമ്മതിച്ചില്ല. അതിൽ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ വഴക്കുണ്ടാക്കി. ആ ഒരു ദേഷ്യത്തിലാണ് എന്നെ കൂട്ടിലടച്ചിട്ട് നിന്റെ അച്ഛൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അപ്പൊ ഇത് കേൾക്കുന്ന മാർഗരറ്റ് ചോദിക്കും, എന്ത്, ആ ഒരു മോൺസ്റ്ററിന് കുട്ടിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു മോൺസ്റ്റർ സിംഗിളായിട്ടല്ല ഉണ്ടായിരിക്കുന്നത്, അതിന്റെ ജോഡിയും ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുമ്പോഴത്തേക്ക് സൺഡേ പറയും, ഇല്ല ഞങ്ങൾ ഒന്നിനെ മാത്രമേ കണ്ടുള്ളൂ, എന്തായാലും ആ ഒരു മോൺസ്റ്ററിനെ എനിക്ക് പിടിക്കണം, അതിന് എനിക്ക് 2 ഇരകൾ വേണം എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയിനെയും അതേപോലെ തന്നെ മാർഗരറ്റിന്റെ മുഖത്തേക്ക് ആ ഒരു തോക്ക് ഉപയോഗിച്ച് ഇടിക്കും. അപ്പൊ അവര് രണ്ടുപേരും ബോധമില്ലാതെ താഴെ വീഴുന്നതും ഇപ്പൊ കുറച്ചു കഴിഞ്ഞ് ആ ഒരു കൂടിനുള്ളിൽ ഇവരെ രണ്ടുപേരെയും കെട്ടിയിട്ടേക്കാണ്. എന്നിട്ട് മരിയലിനോട് പറയും, ഓക്കെ മാർഗരറ്റിനെ ഒരിടത്ത് കെട്ടിയിട്ട് ആ ഒരു മോൺസ്റ്റർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം, ഇവളെ ഇരയാക്കാന്ന് പറയുമ്പോൾ മരിയൽ പറയും, അച്ഛാ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ, എനിക്കിതിനോട് ഒട്ടും താല്പര്യമില്ല, അത് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ
അതിന് എല്ലിയുടെ സഹായം നമുക്ക് വേണമെന്ന് പറയുമ്പോൾ അവൻ്റെ അച്ഛൻ പറയും, തിരിച്ചു പോകാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഇവിടെ കേട്ടോണം. ഇനി എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞ് അവനെ ദേഷ്യപ്പെട്ട് നോക്കിയിട്ട് ഈ മോൺസ്റ്ററിനെ പിടിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇതേ സമയം മാർഗരറ്റിനെ കാണിക്കുമ്പോൾ അവൾക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. അവളുടെ ബോധം വന്ന് അവൾ എഴുന്നേൽക്കുന്നതും ഈ മോൺസ്റ്റർ അവളുടെ അടുത്തേക്ക് വന്നു. അത് അവളുടെ അടുത്തുണ്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവളൊരു ആർക്കിയോളജിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ആ ഒരു മോൺസ്റ്ററിനെ തൊട്ടു നോക്കാമെന്ന് പറഞ്ഞ് അവളുടെ കൈ പതി അതിനടുത്തേക്ക് കൊണ്ടുപോവാണ്. ഈ മോൺസ്റ്റർ ആണെങ്കിലോ അവളെ കുറേ നേരം അങ്ങനെ തന്നെ നോക്കി നിന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ആ ഒരു മോൺസ്റ്റർ മാർഗരറ്റിനെ അവിടെ വെച്ച് കൊടൂരമായിട്ട് അടിച്ചു കൊല്ലുകയാണ്. ഈ കൊടൂരം എന്ന് എപ്പോഴും പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു മോൺസ്റ്ററുകളും അല്ലെങ്കിൽ ജീവികളെല്ലാം ഒരാളെ കൊല്ലുന്നത് ഒരു പ്ലാനിങ് ഇല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് കീറി മുറിച്ചൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് കൊടൂരം എന്ന് പറയുന്നത്. കാരണം അതിലും വലിയൊരു മരണം അവർക്ക് ഒരിക്കലും പിന്നെ സംഭവിക്കത്തില്ല. അങ്ങനെ വേണം പറയാനായിട്ട്. ഇപ്പോൾ മാർഗരറ്റ് അലറി വിളിക്കുന്ന ആ ഒരു ശബ്ദം നമ്മുടെ ഹീറോയും കേട്ട് അവളിപ്പോൾ കണ്ണുറങ്ങുന്നു. ഇപ്പോൾ ഹീറോയും മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് യതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മോൺസ്റ്റർ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതും ഇത് കണ്ട ഹീറോയും പെട്ടെന്ന് അവളുടെ കയ്യിലെ കെട്ടഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയേ പറ്റൂ. ഇപ്പോൾ ഒരവസരത്തിൽ ഹീറോയിൻ ആ ഒരു കെട്ടഴിച്ച് കൂടിനുള്ളിലേക്ക് വീഴുന്നതും ഈ മോൺസ്റ്റർ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വരാണ്, ഈ ഒരു കൂട്ടിലേക്ക്. അതുമല്ല കൂട് തുറക്കാൻ കഴിയാത്തതുകൊണ്ട് ആ ഒരു മോൺസ്റ്റർ ഹീറോയിനെ തന്നെ നോക്കി നിൽക്കുന്നതും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. എന്നിട്ട് ഉള്ളിലേക്ക് കൈയിട്ട് ഹീറോയിനെ കൊല്ലാൻ വേണ്ടി അതങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് പുറകിൽ ഒളിച്ചിരുന്ന സൺഡേ ഒരു മയക്ക് വെടിവെച്ചിട്ട് ആ ഒരു മോൺസ്റ്ററിനെ മയക്കാണ്. ഇപ്പൊ ആ ഒരു മോൺസ്റ്റർ പതിയെ പുറകിലേക്ക് പോകുന്നതും നമ്മുടെ ഹീറോയിനെ അത് കൊന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് സൺഡേ മരിയലിനോട് പറയും, നമുക്ക് ഇനിയും കെണി വേണം, അതുകൊണ്ട് അവളെ പോയി പിടിച്ചോണ്ട് വരാൻ പറയും. ഇപ്പോൾ മരിയലാണെങ്കിലോ ഹീറോയിനെ പിടിക്കാൻ വേണ്ടി പതിയെ നടന്ന് പോവാണ്. ഓരോ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഹീറോയും പെട്ടെന്ന് പുറകിലൂടെ വന്ന് അവന്റെ കഴുത്തിലേക്ക് ആ ഒരു കയറിട്ട് ഇപ്പൊ അവന്റെ കഴുത്തിൽ ഒരുപാട് നേരം ടൈറ്റ് ചെയ്ത് പിടിച്ച് അങ്ങനെ മരിയലിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. ഇവർ അങ്ങനെ തന്നെ വേണം. അങ്ങനെ അവനെ കൊന്നിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സൺഡേ പുറകിലൂടെ വന്ന് ഹീറോയിനെ അടിച്ച് താഴെക്കിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു മോൺസ്റ്ററിന് കുത്തിവെക്കേണ്ട മയക്കുമരുന്നുണ്ടല്ലോ അതെടുത്ത് ഹീറോയിന്റെ കഴുത്തിലേക്ക് കുത്തിയങ്ങിറക്കും. ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. ഇപ്പോൾ പെട്ടെന്ന് എന്നെ മകളെ വിടടാന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കുന്നു. ഹീറോയിൻ ആ ഒരു അരമയക്കത്തില് പുറകിലേക്ക് നോക്കുമ്പോൾ അത് വേറെ ആരുമില്ല, ഹീറോയിന്റെ അച്ഛൻ. ഇപ്പോൾ സൺഡേ ഹീറോയിന്റെ അച്ഛനോട് പറയും, വാ മോനെ വാ, നിന്നെയാണ് ഇത്രയും നേരം അന്വേഷിച്ചിരുന്നത്. ആ മോൺസ്റ്ററിന്റെ കുട്ടിയെ എനിക്കിതാ, അതിന് പകരം നിന്റെ മകളെ ഞാൻ നിനക്ക് തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മോൺസ്റ്ററിന്റെ കൺമുന്നിൽ നിന്റെ മകൾ മരിക്കുന്നത് നീ കാണേണ്ടി വരും എന്ന് പറയുന്നതും ഈ ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ആ ഒരു മോൺസ്റ്ററിന്റെ പല്ലുണ്ടായിരുന്നല്ലോ അത് പതിയെ അവളെ എത്തി അവളുടെ ഷൂവിൽ നിന്ന് എടുക്കാണ്. എന്നിട്ട് അതെടുത്ത് അവന്റെ കാലിലേക്ക് ഒരു ഒറ്റക്കൊത്ത്. അവൻ പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുന്നതും എഴുന്നേറ്റ് വന്ന് അവന്റെ കഴുത്തിലേക്ക് ഒരൊറ്റക്കൊത്ത്. എന്നിട്ടാണെങ്കിലോ ഹീറോയിന്റെ ബോധം പോയി താഴെ വീഴുമ്പോൾ സൺഡേ അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്, ഒരു മോൺസ്റ്ററിന്റെ കുട്ടിക്ക് വേണ്ടി എന്റെ ടീമിലുള്ള എല്ലാവരെയും നീ കൊന്നു എന്ന് പറഞ്ഞിട്ട് സൺഡേ അവിടെ തന്നെ മരിച്ചു വീഴുന്നതും ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ കണ്ണുറക്കുമ്പോൾ അവളുടെ അച്ഛൻ മുന്നിലുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ ചോദിക്കുന്നത്, എന്തിനെന്നെ രക്ഷപ്പെടുത്തിയത്? കുട്ടിക്കാലത്ത് എന്നെയും അമ്മേനെയും ഉപേക്ഷിച്ച് നിങ്ങൾ പോയതല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാ രക്ഷപ്പെടുത്തിയത്? അങ്ങനെ തന്നെ വിട്ടുവിടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് ഹീറോയിന്റെ അച്ഛൻ യതിയുടെ ആ ഒരു കുഞ്ഞിനെ കാണിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞ് ഒരു മനുഷ്യനെ പോലെ കരയുമായിരുന്നു. അതുമല്ല അതിനെ കണ്ടപ്പോൾ എനിക്ക് നിന്റെ ഓർമ്മയാണ് വന്നത്, അതുകൊണ്ടാണ് അതിനെ രക്ഷപ്പെടുത്തിയതും അതേപോലെ തന്നെ ഇപ്പോൾ നിന്നെ രക്ഷപ്പെടുത്തിയതും എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടിക്ക് എന്തോ ആഹാരം വെച്ചു കൊടുക്കുന്നതും ഹീറോയിൻ ഇപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഇപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെ നിന്നും ആ ഒരു മോൺസ്റ്റർ കരയുന്ന ശബ്ദം കേട്ടിട്ട് ഹീറോയിന്റെ അച്ഛൻ ആ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാല് അതെന്തായാലും നമ്മളെ കൊല്ലും, അതുകൊണ്ട് ആ ഒരു മോൺസ്റ്റർ ഇപ്പൊ അതിന്റെ കുഞ്ഞിനെ അന്വേഷിച്ചാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നീ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയിക്കോ, ഞാൻ പറയുന്നത് പോലെ കേൾക്ക്. സൗത്തില് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ബോട്ട് ഉണ്ടാവും, അതെടുത്ത് നീ രക്ഷപ്പെട്ട് പോകണം. ഈ മോൺസ്റ്ററിനെ ഞാൻ ഡൈവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, അച്ഛാ നിങ്ങൾ എന്നെ വിട്ടിട്ട് പോയാലും എനിക്ക് അച്ഛനെ ഇപ്പോഴും ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നോടൊപ്പം വരാൻ പറയുമ്പോൾ അവളുടെ അച്ഛൻ അത് സമ്മതിക്കത്തില്ല. എന്റെ മകൾക്ക് വേണ്ടി ഇതെങ്കിലും എനിക്ക് ചെയ്തേ മതിയാവുള്ളെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ പറഞ്ഞു വിട്ട് അയാൾ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് മോൺസ്റ്റർ ഉള്ള ആ ഒരു ഭാഗത്തേക്ക് നടന്നു പോവാണ്. എന്നിട്ട് ആ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ ഒരു മോൺസ്റ്ററിന്റെ അടുത്തേക്ക് വരുന്നതും ആ മോൺസ്റ്റർ അയാളെ കാണുന്നുണ്ട്. എന്നിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയതുകൊണ്ട് അയാളെ കൊടൂരമായിട്ട് അവിടെ വെച്ച് കൊന്ന് ആ മോൺസ്റ്റർ കുഞ്ഞിനെ എടുത്തിട്ട് പോകുന്നു. ഇപ്പൊ ഈ ഒരു മോൺസ്റ്ററിനെ മനുഷ്യരോട് പ്രത്യേക വികാരങ്ങളൊന്നും തോന്നാത്തത് കൊണ്ടാണ് അയാളെ അവിടെ വെച്ച് കൊന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ അവളുടെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഡയറക്ഷനിലേക്ക് വന്ന് അവിടെ നിന്ന് ആ ഒരു ബോട്ട് കണ്ടുപിടിക്കുന്നു. ഇപ്പൊ ബോട്ട് കിടക്കുന്ന സ്ഥലമെല്ലാം ഐസായിട്ട് കിടക്കാണ്. അതുപോലെ അവളുടെ കയ്യിലുള്ള ആ ഒരു കോമ്പസ് വെച്ച് തിരിച്ചു പോയിട്ടുള്ള ആ ഒരു ഡയറക്ഷൻ അവളിങ്ങനെ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ബോട്ടും എടുത്ത് വെള്ളത്തിലൂടെ അവള് രക്ഷപ്പെട്ട് പോകുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാമത് വരയ്ക്കും. ബൈ.